എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണമെന്നാണ് ആഗ്രഹം. ഈ സംഭവം നടന്ന അന്നു മുതൽ ശ്രീ MK രാഘവൻ സാറ്, AK അഷ്റഫ് MLA, ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ സതീഷ് സേൽ MLA, കാർവാർ MLA സതീഷ് സേൽ, പിന്നെ മറ്റ് MLA മാർ, പിന്നെ കേരള ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ, അതുപോലെ തന്നെ കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മറ്റ് മന്ത്രിമാർ, MP മാർ, കേരളത്തിൽ നിന്നുള്ള മറ്റ് ജനപ്രതിനിധികൾ, പൊതുസമൂഹം, അതിലുപരി ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടെ നിന്ന മാധ്യമ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഈശ്വർ മാൽപേ സംഘം, മറ്റ് മുങ്ങൽ വിദഗ്ധർ, നേവി, SDRF, NDRF, കർണാടക പോലീസ്, പിന്നെ മനാഫ്ക, മുബീൻക, ഇവരെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടെ നിന്ന് മുന്നോട്ട് നീങ്ങിയത് കൊണ്ടാണ് ഈ ഒരു കാര്യം നമുക്ക് അസാധ്യമെന്നൊരു കാര്യം നമ്മൾ സാധിച്ചെടുത്തത്. തീർച്ചയായിട്ടും നമുക്ക് ഓരോ ഘട്ടമായിട്ട് തന്നെയായിരുന്നു അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നടന്നത്. ഒന്നാം ഘട്ട തെരച്ചിലിൽ ജൂലൈ 16 നമുക്ക് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതും അർജുനെ അവിടെ നഷ്ടപ്പെടുന്നതും. അന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ അന്ന് അർദ്ധരാത്രിയോടെയാണ് ഞാനും അർജുൻ്റെ ഇളയ സഹോദരനായ അഭിജിത്തും അർജുൻ്റെ കസിനായ പ്രസാദും കൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി പോകുന്നത്. വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു അന്നത്തെ ആ ദിവസങ്ങൾ. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം, അന്ന് കിട്ടിയ പ്രാഥമിക ഇൻഫർമേഷൻ, അർജുൻ ആ ലാൻഡ് സ്ലൈഡിൽ പെട്ടു. ലോറി നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അർജുനെ കിട്ടിയിട്ടില്ല എന്നൊരു പ്രാഥമിക വിവരമായിരുന്നു അന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. വളരെ അന്ന് അത് വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യ അഞ്ജു എൻ്റെ കൂടെ ഉണ്ട്. അതിവൈകാരികമായൊരു നിമിഷമായിരുന്നു അന്ന്. എന്തൊക്കെയോ ഞങ്ങൾ കൈ കിട്ടി എൻ്റെ ഡ്രസ്സ് എടുത്ത് അവൾ ബാഗ് എടുത്തു തന്നു. 5-10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. കരഞ്ഞിട്ടുകൊണ്ടാണ് ഞാനിത് അന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഞങ്ങൾ കസിനെയും കൂട്ടി അഭിജിത്ത് അവിടെ എത്തുകയും ചെയ്തു. അങ്ങനെ ആ ദിവസം നമുക്ക് അറിയാവുന്നതുപോലെ അവിടെ തിരച്ചിലുകളിലെ അനാസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തിരച്ചിൽ ഒരുപാട് പിന്നെ നാടകീയ രംഗങ്ങൾ, സംഘർഷങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ തിരച്ചിൽ അവസാനിക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ അർജുൻ്റെ വാഹനം വെള്ളത്തിൽ ആണ് അല്ലെങ്കിൽ പുഴയിലാണ് എന്ന കർണാടകയുടെ ഔദ്യോഗികമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആ തിരച്ചിൽ അവസാനിക്കുന്നത്. അന്ന് പറഞ്ഞിരുന്നത്, സതീഷ് സേൽ MLA പറഞ്ഞിരുന്നത്, നമ്മൾ ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ടുള്ളൊരു തിരച്ചിൽ മാത്രമേ ഇനി സാധ്യമാകൂ എന്ന ഒരു അടിസ്ഥാന വിവരത്തിൻ്റെ പുറത്താണ് നമ്മൾ അന്ന് തിരച്ചിൽ 4 ദിവസത്തിന് ശേഷമേ ഇനി തിരച്ചിൽ പുനരാരംഭിക്കൂ എന്ന ഒരു വിവരത്തിന്മേലാണ് നമ്മൾ അന്ന് പിരിഞ്ഞിരുന്നത്. എന്നിരുന്നാലും പിന്നീടുള്ള ഒരു അപ്ഡേഷൻ, എന്താന്ന് പറഞ്ഞാൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിലെ അനാസ്ഥയും അതുപോലുള്ള കാലതാമസവും അതിലുണ്ടായി. അതിലെ കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല. അങ്ങനെ രണ്ടാം ഘട്ട തിരച്ചിൽ പുനരാരംഭിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടുന്ന് ഞാനും പിന്നെ ഭാര്യ അഞ്ജും ഇവിടുന്ന് കുടുംബത്തിലെല്ലാവരും KC വേണുഗോപാൽ സാറെ വിളിക്കുകയും ഈ പ്രശ്നങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് തുടങ്ങണം, ഡ്രഡ്ജർ തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ അവിടെ എത്തുന്നതിന് സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് അറിയിക്കുകയും അത് പ്രകാരം ഞങ്ങൾ പിന്നെ KC വേണുഗോപാൽ സാറിനെ ഡയറക്റ്റ് ബന്ധപ്പെട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് സാറിനെ വിളിച്ച് സാറിന് ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ രണ്ടാമത് സാർ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുകയായിരുന്നു ചെയ്തത്. അഞ്ജുവിൻ്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സാറിനെ അവതരിപ്പിച്ചു. അതിനുശേഷം പിന്നെ അല്പസമയത്തിനകം വീണ്ടും കോൾ വന്നത് പറഞ്ഞത്, അഞ്ജു പിന്നെ തിരച്ചിൽ വീണ്ടും തുടരും, എൻ്റെ ഉറപ്പാണെന്ന് പറഞ്ഞാൽ ആ ഫോൺ കട്ട് ചെയ്തത്. അങ്ങനെ അതിനുശേഷം രണ്ടാം ഘട്ട തിരച്ചിൽ പുനരാരംഭിച്ചു. രണ്ടാം ഘട്ട തിരച്ചിൽ നമുക്കറിയുന്നത് പോലെ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള ഒരു തിരച്ചിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. തീർത്തും അത് ഡൈവിംഗ് എന്നൊരു സംവിധാനം മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലായിരുന്നു അന്ന് നടന്നിരുന്നത്. അന്ന് നേവി, ഈശ്വർ മാൽപേ സംഘം അവർ സംയുക്തമായിട്ട് നടത്തിയിരുന്ന ഒരു തിരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ അന്ന് അർജുൻ്റേതായിട്ടുള്ള വാഹനത്തിൻ്റെ കയർ കിട്ടി. പിന്നെ മറ്റൊരു വസ്തു കിട്ടി, അത് അർജുൻ്റെ വാഹനത്തിൻ്റെതല്ലായിരുന്നു. ജാക്കി കിട്ടിയത് അത് അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല, അത് നമുക്ക് റോങ് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അത് അർജുൻ്റെ വണ്ടിയുടേതല്ലായിരുന്നു എന്നുള്ളത് അന്നല്ല അതിന് ശേഷം നമ്മൾ അറിയാൻ പറ്റി. അങ്ങനെ ആ തിരച്ചിൽ അവസാനിക്കുന്നതെന്ന് വെച്ചാൽ മുങ്ങൽ സംഘം, അതായത് നേവി, ഈശ്വർ മാൽപേ സംഘം അറിയിച്ചത് അതീവ ദുഷ്കരമാണ്. വെള്ളത്തിനടിയിൽ പാറകളും മരക്കഷ്ണങ്ങളും അതുപോലെ കമ്പികളും ചെമ്പ് തകിട് വസ്തുക്കളെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് അപകടം പറ്റാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത്. അതിൽ പ്രകാരം അന്ന് പറഞ്ഞിരിക്കുന്നത് ഇനിയും നമ്മൾ
ഡൈവിങ് ചെയ്തിട്ട് സാധ്യമല്ല. ഡ്രെഡ്ജർ ഉപയോഗിച്ചിട്ട് മാത്രമേ ഇനിയൊരു തിരച്ചിൽ, അത് മേജർ ഇന്ദ്രപാലൻ സാർ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യസാധ്യമായിട്ടുള്ളൊരു തിരച്ചിൽ അവിടെ സാധ്യമല്ല എന്ന ഒരു ഉപദേശം ആദ്യഘട്ടത്തിൽ നിന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് വെക്കാതെ രണ്ടാം ഘട്ടം നമുക്ക് സാധ്യമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു ഡൈവിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ തിരച്ചിലും അങ്ങനെ തന്നെ അവസാനിച്ചു. അങ്ങനെ തന്നെ അവസാനിക്കാൻ കാരണം അന്ന് വൈകിട്ടോടെ ഇവർ ഡ്രഡ്ജിങ് കമ്പനിയുമായിട്ടൊരു മീറ്റിംഗ് വെച്ചു. പ്രാഥമികമായിട്ട് 50 ലക്ഷം രൂപയ്ക്ക് ഈ ഡ്രഡ്ജിങ് കമ്പനി ഈ ദൗത്യത്തിനുള്ള കരാർ ഉറപ്പിക്കുകയും 3 ദിവസത്തിന് ശേഷം തുടങ്ങും എന്നൊരു അറിയിപ്പും കിട്ടിയ പ്രകാരം എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും നമ്മളന്ന് അവിടെ നിന്ന് പിരിഞ്ഞത് പിറ്റേ ദിവസമാണ് നമ്മൾ അറിയുന്നത് ആ ഒരു ഡ്രഡ്ജിൻ്റെ തുക 1 കോടി രൂപയിലേക്ക് ഉയർത്തി കമ്പനി പറഞ്ഞു. അപ്പം നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് 50 ലക്ഷം രൂപ വരെ അവർക്ക് സാധ്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരുന്നു. 1 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അവരെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു എമൗണ്ട് ആയതിനാൽ ഈ റിപ്പോർട്ട് ഉത്തര കന്നഡ ഡിസ്ട്രിക്ട് കളക്ടർ ലക്ഷ്മിപ്രിയ മാഡം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുകയും ചെയ്തു. അതിൽ പ്രകാരം പിന്നീടുള്ള നാളുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. നിർണായകമെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഡ്രഡ്ജർ എത്തുമോ ഇല്ലയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം നിലനിന്നൊരു സമയമായിരുന്നു.